പതിവ് പോലെ നമ്മൾ ടുട്ട് വന്നിക്കണം കേട്ടാ. ഇതിവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ 2-3 കഷ്ണം എനിക്ക് കോഴിക്കാൽ കിട്ടണം. അതാ ഇതിൻ്റെ ആൾ പോയി. ഇപ്പം ഇവിടെ വരുന്നത് മക്കളെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത്, 1 കിലോമീറ്റർ പൊള്ളിച്ചാൽ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് താണ്ടിയിട്ടാണ് അവൻ വരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഓന് മദ്രസക്ക് കുട്ടികളെ കൊടുന്ന് വിടാൻ വരണം. മദ്രസക്ക് വരുന്ന കുട്ടികളെ കൂടെ വരും. പിന്നെ അവൻ ഇത് കിട്ടിയാലേ പോകുള്ളൂ. വേണ്ട, ഈ കോഴിൻ്റെ എല്ല് കിട്ടോളം അവൻ ഇവിടെ കാത്തു നിൽക്കും. അവിടുന്ന് ഏകദേശം 1 മുള്ളമ്മടന്ന് 1 കിലോമീറ്ററോളം താണ്ടിയിട്ട് അവന് കുട്ടികൾ കാരത്തൂർ മദ്രസക്ക് പോകും. അതിൽ അവരെ കൂടെ വരുന്നതാണ്. ഇനി ഇവിടുന്ന് ഇവൻ്റെ ഇരുന്ന് 2-3 കോഴിക്കാലുകളും കൂടി കിട്ടിയാൽ ആൾ തിരിച്ചു പോകും. ഓക്കെ, എന്നാൽ ടുട്ടുക അത് തിന്ന് ഇവിടെ ആ 2 കൂടി കൊടുക്കടാ. ഓനക്കാവൊന്നും ആവില്ല ചെല്ല്. അപ്പോൾ അതിന് കാത്ത് നിൽക്കുകയാണ്. ഇതാ ഈ KTR ചിക്കൻ്റെ മുമ്പിൽ ഡെയിലി വരും അവൻ. ഇങ്ങനെ പോയിട്ട് കാരത്തൂർ മദ്രസക്ക് കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിയോളം ഒമ്പടം വരെ വരും. വന്നിട്ട് പിന്നെ അവൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. സർഫ് ബിസ്ക്കറ്റൊന്നും കായ് കൊടുത്തിട്ട് വേഗം കൊടുക്കില്ല, അത് വേറെ ശിവ. ഓന് ഈ കോഴിക്കാലിലടാ കാത്ത് നിൽക്കണ ആൾ ഈ രംഗം ഇങ്ങനെ നോക്കി നിൽക്കും. ഇവിടെ ഇത് കിട്ടി ഓന് ഒരു 3-4 കോഴിക്കാലിട്ടി വയറ് അറിഞ്ഞാൽ അവൻ പോകും. സർഫൂനാണെങ്കിലാ അത് 3-4 ഇല്ലാൻ തൂക്കം കുറയാനും വേണ്ടി ഓൻ കാത്തിക്കുക. കാക്കക്ക് വിശപ്പും തീരും. പിന്നെ എന്താ പോത്തിന് അതിൻ്റെ കടിയും മാറും എന്ന് പറഞ്ഞ മാതിരി ഇവത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവായാൽ മതി വിചാരിക്കാം. കണ്ടാ, അതൊക്കെ നല്ല വെയിറ്റുള്ള മുതലുമാണ്. അതിന് 5-6 പോയി കഴിഞ്ഞാൽ ഒരു കിലോയിൽ വേസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ ഓന് ഒപ്പിക്കണ പണിയാണ്. ഇവന് കൊടുത്തു കഴിഞ്ഞതാണ്ട ഇവൻ നല്ല ഇഷ്ടമാണ്. ഇതാ കറ് മുറിച്ചിട്ട് കടിച്ച് തിന്നണ ആൾ. ഇത് കിട്ടിയവനെ ഏകദേശം വയറ് അറിഞ്ഞപ്പോൾ ഇവിടുന്ന് പോകും.